ഞാനും എൻ്റെ കുടുംബവും ഇന്ന് ചൂരൽമലയിലേക്ക് പോയി. ചൂരൽമല എന്ന് കേൾക്കുമ്പോൾ തന്നെ മനുഷ്യ മനസാക്ഷിയെ ഒന്നടങ്കം സങ്കടക്കടലിലാക്കിയ ആ ഒരു സ്ഥലം അതും ഞങ്ങൾ സന്ദർശിച്ചു. എന്തു പറയാൻ, ഞങ്ങളെയൊക്കെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച കാഴ്ചകളാണ് നമ്മളിന്ന് അവിടെ കണ്ടത്. നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മുടെ തുരങ്കപാത വരുന്ന സ്ഥലമാണ്. ഇത് പുത്തുമല 2018 ഒരുപാട് ആളുകളുടെ ജീവൻ കവർന്ന മറ്റൊരു സ്ഥലമാണ് പുത്തുമല. അതും ഞങ്ങളിന്ന് കണ്ടു. ഞാനിതിന് മുമ്പ് ഇവിടെ വന്നിരുന്നു പുത്തുമലയിൽ. പക്ഷേ എപ്പോൾ ഇവിടെ വരുമ്പോഴും നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന ഒട്ടനേകം കാഴ്ചകൾ ഇന്നും നമുക്കിവിടെ കാണാം. ഒരു വീട് ഏകദേശം ഭൂമിയുടെ അടിയിലേക്ക് താന്നുപോയ നിലയിൽ, അതായത് ചളി അത്രയും പൊന്തിയ നിലയിൽ ഇന്നും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് ചൂരൽമല അങ്ങാടിയാണ്. ആ കാണുന്നത് ചൂരൽമലയിലെ പള്ളിയാണ്. എത്ര ശാന്തമായ അങ്ങാടിയാണ് ഇന്ന് ചൂരൽമല. പക്ഷേ നിങ്ങൾ ഈ കാണുന്നത് കണ്ടോ? അന്നത്തെ രാത്രിയിൽ മലവെള്ളപ്പാച്ചിൽ കൊണ്ടുപോയ തകർന്ന ജീവനുകളാണ്. ഇത് നമ്മുടെ പട്ടാളക്കാർ നിർമ്മിച്ച ബെയിലി പാലം. കണ്ടപ്പോൾ അൽഹംദുലില്ലാ വളരെ സന്തോഷം തോന്നി. കാരണം എത്ര കെട്ടുറപ്പോടെയാണ് അവർ നിർമ്മിച്ചത്. ഇതിൻ്റെ ചുറ്റുപാട് നിങ്ങൾ കണ്ടു നോക്കൂ. എത്ര സങ്കടകരമായ കാഴ്ചകൾ. ആ കാണുന്ന പോയിന്റിൽ നിന്നാണ് ഉരുൾപൊട്ടി വന്നത്. എത്ര വലിയ വലിയ പാറക്കല്ലുകളാണ് നമുക്കവിടെ ചുറ്റും കാണാൻ സാധിക്കുന്നത്. ആ കാണുന്ന വീടുകളൊക്കെ നശിച്ചുപോയ വീടുകളാണ്. ഒരു പ്രേത കൂടാരം പോലെ ഇന്നും അവിടെ അവശേഷിക്കുന്നു. നമ്മിൽ നിന്നും പൊലിഞ്ഞു പോയ ജീവനുകളാണ് നമ്മളീ കാണുന്നത്. ഇത്രയും ആളുകൾ തിരിച്ചറിയാൻ മാത്രം സാധിച്ചു. ഇത്രയും ആളുകളെ ഇനിയും തിരിച്ചറിയാൻ പറ്റാത്ത ഒരുപാട് പേർ അവിടെ ജീവിക്കുന്നു. ഈ വീട്ടിൽ ഞാൻ കയറിയ സമയത്ത് എനിക്ക് ആകെ പേടിയായി. കാരണം എന്തോ ഒരു ഭയം എൻ്റെ മനസ്സിനെ പിടിപെട്ടു. വീടിൻ്റെ അകത്തേക്ക് നിങ്ങളൊന്ന് നോക്ക്. ചളി നിറഞ്ഞിട്ട് എന്തൊരു കഷ്ടമാണെന്ന് അവർ അനുഭവിച്ചിട്ടുണ്ടാവുക. എത്ര സന്തോഷത്തോടു കൂടി വാങ്ങിയ വണ്ടിയായിരിക്കും, ജീപ്പാണോ എന്നറിയില്ല, ഏതോ ഒരു വാഹനം. ഈ വീട് ഞങ്ങൾ കയറിയത് തന്നെ കുനിഞ്ഞുകൊണ്ടാണ്. ഒരു വാതിൽക്കട്ടിലിൻ്റെ പകുതിയോളം ചളി വന്ന് അടിഞ്ഞു കൂടിയിട്ട് ഈ വീട്ടിലുള്ള ആളുകൾക്ക് ഇന്ന് ജീവനോടെ ഉണ്ടോ ഇല്ലയോ അല്ലാഹു അഅലം. എല്ലാവരും ഇവിടെ വന്നൊന്ന് കാണണം. ടൂറിസ്റ്റ് സൈറ്റാക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ റബ്ബിൻ്റെ ഖളാ എന്നെല്ലാവരും കാണണം.